എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ രണ്ട് പാർട്ടുകളിലായിട്ട് നമ്മൾ ഗ്യാസസിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയും അതുപോലെ അവയുടെ പ്രോപ്പർട്ടീസ് തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ ചർച്ച ചെയ്തത്. അപ്പോൾ അതില് ഇവ തമ്മിലുള്ള, അതായത് ഞാൻ പറഞ്ഞ ഗ്യാസസിന്റെ പ്രോപ്പർട്ടീസുകൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്തത്. അതായത് വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, ഇങ്ങനെയുള്ള ഈ പ്രോപ്പർട്ടീസ് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ബോയിൽസ് ലോ, ചാൾസ് ലോ എന്നീ പ്രധാനപ്പെട്ട രണ്ട് ലോസിനെ പറ്റിയാണ്. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് നമ്മൾ ബോയിൽസ് ലോയിൽ പറഞ്ഞത്. എന്നാൽ ചാൾസ് ലോയിൽ നമ്മൾ വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനെ പറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അതിന്റെ തുടർച്ച എന്നോണം നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് ഗ്യാസസിന്റെ വോളിയവും അതുപോലെ നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും അത് തമ്മിലുള്ള റിലേഷനാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? വോളിയം, അതുപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഞാനൊരു സിലിണ്ടർ എടുത്തിരിക്കുന്നു. അപ്പൊ ആ സിലിണ്ടറിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 300 കെൽവിനാണ്. ഓക്കെ, അപ്പൊ 300 കെൽവിൻ ടെമ്പറേച്ചർ ഉള്ള ഒരു സിലിണ്ടർ, അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ്. 1 atm. ഓക്കെ, 300 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷറുമുള്ള ഒരു സിലിണ്ടർ എടുത്തിരിക്കും. അപ്പൊ അതിനകത്ത് ഗ്യാസ് ഉണ്ട്, ഒരു പ്രത്യേക ഗ്യാസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നിറച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട്, ഇവിടുത്തെ ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് പ്രഷർ ഞാൻ കുറയ്ക്കുന്നു, പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് ഇവിടത്തെ വോളിയത്തിനുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? ഒന്നുകൂടെ പറയാം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോഴത്തേക്കും വോളിയത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ്? നമുക്കറിയാം, പ്രഷറും വോളിയവും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് പ്രഷർ കുറയുമ്പോഴത്തേക്കും വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രഷർ കുറയുമ്പോഴത്തേക്കും വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് പോകണം. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോഴത്തേക്കും പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ പറയുകയാണ്. ഇവിടുത്തെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ വോളിയത്തിന് എന്ത് മാറ്റം ഉണ്ടാവും? നമുക്കറിയാം, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യാം? അപ്പോൾ ഈ സിലിണ്ടറിലെ പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആക്കി നിർത്തിയാണ്. ഓക്കെ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്യാം? ഓക്കെ, അപ്പൊ നമുക്ക് ഒരേ ഒരു മെത്തേഡ് ഇനിയേ ഉള്ളൂ. അതിനകത്തേക്ക് കുറച്ച് ഗ്യാസ് കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആ സിലിണ്ടറിനകത്തേക്ക് കുറച്ചുകൂടി ഗ്യാസ് ആഡ് ചെയ്യുക. അവിടെ ടെമ്പറേച്ചറോ പ്രഷറോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റം വരുത്തുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി ഗ്യാസ് ആഡ് ചെയ്യുന്നു. അങ്ങനെ ഗ്യാസ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം, ഗ്യാസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂളിന്റെ എണ്ണം കൂട്ടുക എന്നാണ്. അതായത് സിലിണ്ടറിൽ ഒരു പ്രത്യേക എണ്ണം മോളിക്യൂൾ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം കുറച്ചുകൂടി ഗ്യാസ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യപ്പെട്ടു? മോളിക്യൂൾസിന്റെ എണ്ണം കൂട്ടപ്പെട്ടു അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പൊ മോളിക്യൂൾസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് എന്ത് പറ്റി? അവിടുത്തെ വോളിയം ഇൻക്രീസ് ചെയ്തു. ആണല്ലോ. അപ്പോ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് ഗ്യാസ് ആഡ് ചെയ്തു. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് വോളിയവും എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. അപ്പോ വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും വോളിയം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതായത് നമുക്ക് മനസ്സിലായി ഇത് തമ്മിൽ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ഓക്കെ, അതായത് ഒന്ന് കൂടുമ്പോഴത്തേക്കും മറ്റതും എന്ത് ചെയ്യാണ്, കൂടുകയാണ്. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് വോളിയവും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷൻ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് കണ്ടെത്തിയത് അവഗാഡ്രോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അവഗാഡ്രോ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു റിലേഷൻ കണ്ടെത്തുന്നത്. അതിനുശേഷം അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ഒരു ലോ ആണ് ഏത്, അവഗാഡ്രോ ലോ. ഓക്കെ, അപ്പൊ എന്താണ് അവഗാഡ്രോ ലോ എന്ന് നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അതിനൊരു ലോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഠിക്കണം. ഇത്രയേ ഉള്ളൂ. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും എന്ത് ചെയ്യുന്നു, ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും എന്താണ്, ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസിന് എന്താണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോ അവഗാഡ്രോ ലോയില് നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. വോളിയത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമ്മൾ കുറച്ച് ഗ്യാസ് എടുക്കുന്നു, അല്ലെങ്കിൽ സിലിണ്ടറിൽ കുറച്ച് ഗ്യാസ് എടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സിലിണ്ടർ എടുത്തിട്ട് അതിൽ ഇത്ര ടെമ്പറേച്ചറിലും പ്രഷറിലും ഞാൻ ഗ്യാസ് എടുത്തിട്ടുണ്ട്. അവിടത്തെ മോളിക്യൂൾസിന്റെ എണ്ണം നമുക്ക് എങ്ങനെ കണക്കാക്കാൻ പറ്റും? നമുക്കറിയാം, ഗ്യാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഏതൊരു സബ്സ്റ്റൻസ് ആയാലും അതിനകത്തുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്, വളരെ ചെറുതാണ്. അപ്പൊ അതിനെ ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. എണ്ണിയെടുക്കാൻ പറ്റാത്തവയാണ്, വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് അവിടെയുള്ള ആറ്റങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ എണ്ണം എങ്ങനെ കണക്കാക്കാൻ പറ്റും? ഓക്കെ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമുക്ക് തട്ടിച്ചു നോക്കാം. ഉദാഹരണത്തിന് ഇപ്പോ നിങ്ങൾ ടെസ്റ്റിൽ തന്നെ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു 5 ഗ്രാം മാത്രം മാസുള്ള ഒരു നാണയം. ഓക്കെ, 5 ഗ്രാം മാസുള്ള നാണയം. അതിന്റെ ഒരു 50,000 ഗ്രാം വരുന്ന ഒരു ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സഞ്ചിയുണ്ട്. മനസ്സിലായോ? 5 ഗ്രാം മാസുള്ള നാണയങ്ങളുണ്ട്. അത് എത്രത്തോളം ഉണ്ട്? 50,000 ഗ്രാം ഉണ്ട്. ഓക്കെ, അപ്പോ 5 ഗ്രാം മാസുള്ള നാണയങ്ങൾ ടോട്ടൽ എത്രയുണ്ട്? 50,000 ഗ്രാം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള നാണയത്തുട്ടുകളുടെ എണ്ണം എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ഇത്രയേ ഉള്ളൂ. ആകെ മാസിനെ എന്ത് ചെയ്താൽ മതി? ഒരു നാണയത്തിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആകെ മാസ് എന്ന് പറയുന്നത് 50,000 ആണ്. അതിനെ എന്ത് ചെയ്യുന്നു? ഒരു നാണയത്തിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടും? ഇവിടെ 10,000 എന്ന് കിട്ടും. അപ്പൊ 10,000 കോയിൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നാണയങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് നാണയങ്ങളുടെ എണ്ണം കണക്കാക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ആകെ മാസം ഉണ്ടായിരുന്നു, എന്നിട്ട് അതിനകത്തെ ഒരു നാണയത്തിന്റെ മാസം ഉണ്ടായിരുന്നു. ഇത് വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? കണക്കാക്കിയത്. അല്ലാതെ ഇവിടെ നാണയങ്ങളെ എന്ത് ചെയ്യാൻ നോക്കിയില്ല, നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് നോക്കിയില്ല. അപ്പൊ അതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. അപ്പൊ എണ്ണി തിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്തത്? കണക്കാക്കിയത്. അതായത് 5 ഗ്രാം എന്ന് പറയുന്ന ഒരു നാണയത്തിന്റെ മാസാണ്. അത് വെച്ചിട്ട് നമ്മൾ 50,000 ഗ്രാം എന്ന് പറയുന്നത് എത്ര നാണയങ്ങളുടെ മാസാവും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോ എല്ലാ ഇടങ്ങളിലും നമുക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അതായത് ഒരെണ്ണത്തിന്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിനുശേഷം ആകെ മാസ് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് ആകെ മാസിനെ ഒരെണ്ണത്തിന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഈ ഒരു നാണയത്തിന്റെ മാസും ആകെ മാസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് അവിടത്തെ നമ്പർ ഓഫ് കോയിൻസ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ രീതിയിൽ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള വസ്തുക്കളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഒരേ മാസ് ഉള്ളവയായിരിക്കണം.
ഓക്കെ, ഒരേ മാസം ഒരേ വലിപ്പം ഉള്ളതായിരിക്കണം. നമ്മളിവിടെ കോയിൻസ് എടുത്തപ്പോഴത്തേക്ക് എല്ലാ കോയിൻസിനും ഒരേ വലിപ്പവും ഒരേ മാസം ഉള്ളതായിരുന്നു. അല്ലാതെ പല പല കോയിൻസ് പല മാസം ഉള്ളതും പല വലിപ്പം ഉള്ളതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരേ മാസം ഒരേ വലിപ്പവുമുള്ള വസ്തുക്കള് ഇനി എത്ര മൈന്യൂട്ടോ ആയിക്കോട്ടെ, എത്ര അതിസൂക്ഷ്മങ്ങളോ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോ ഇതേ രീതിയിൽ നമുക്ക് മോളിക്യൂൾസിന്റെ എണ്ണവും കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം, നമുക്ക് കുറെ അറ്റോമിക് മാസുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം അറ്റോമിക് മാസുകൾ. ഉദാഹരണത്തിന് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് ആയിട്ട് നമ്മൾ പറയുന്നത് 1 എന്നാണ്, അല്ലെ? 1 എന്നാണ് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1. അതുപോലെ ഹീലിയത്തിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4, അല്ലെ? 4 എന്ന് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സോഡിയത്തിന്റെ അറ്റോമിക് മാസ് നമ്മൾ പറയുന്നത് 23 ആണ്. അതുപോലെ കാർബണിൻ്റെത് നമ്മൾ 12. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റോമിക് മാസുകൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ യഥാർത്ഥ അറ്റോമിക് മാസ് ആണോ? യഥാർത്ഥത്തിൽ അല്ല. ഇതൊന്നും ഇതിന്റെ യഥാർത്ഥ അറ്റോമിക് മാസ് അല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് അറ്റോമിക് മാസ്, അതിന്റെ ഒറിജിനൽ അറ്റോമിക് മാസ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്രയും കാലം നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്, ഹീലിയത്തിൻ്റെത് 4 ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ അറ്റോമിക് മാസ് കറക്റ്റ് അല്ല. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ ടെസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൈഡ്രജന്റെ ആക്ച്വൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1.67 into 10⁻⁻24 ഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഹൈഡ്രജന്റെ ആക്ച്വൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1.67 into 10⁻⁻24 ഗ്രാം ആണ് എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ഹൈഡ്രജന്റെ മാസ് കണ്ടുപിടിച്ചത്. എങ്ങനെ? 1.67 into 10⁻⁻24 ഗ്രാം ആണ് എന്ന് കണ്ടുപിടിച്ചത്. വളരെ മോഡേൺ ആയിട്ടുള്ള, പക്ഷെ ഈ ഒരു രീതിയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോബ്ലത്തിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ 10⁻24 അല്ലെങ്കിൽ 1.67 ഫ്രാക്ഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു റിയൽ മാസ്, ആക്ച്വൽ മാസ് നമ്മൾ ഇപ്പൊ മോഡേൺ ടെക്നോളജിയിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷെ അതൊന്നുമല്ല നമ്മൾ കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കണക്കുകൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോ അങ്ങനെ കണക്കുകൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതി റിലേറ്റീവ് മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ ആറ്റത്തിന്റെയും റിലേറ്റീവ് മാസ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്താണ് റിലേറ്റീവ് മാസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് റിലേറ്റീവ് മാസ്? നമ്മൾ ഏതെങ്കിലും ഒരു ആറ്റത്തിന്റെ മാസ് എന്തായിട്ട് എടുക്കുന്നു? ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോ ഒന്നുകൂടെ പറയാം, ഒരു ആറ്റത്തിന്റെ മാസ് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ കോയിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഒരു കോയിന്റെ ഭാരം 5 ഗ്രാം. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തത്. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആറ്റത്തിന്റെ മാസ് കണ്ടുപിടിച്ച് വെച്ചിട്ട് അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഹൈഡ്രജന്റെയും അല്ലെങ്കിൽ ഓക്സിജന്റെയും ഈ എലമെന്റ്സിന്റെ എല്ലാം അറ്റോമിക് മാസ് എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ 12 എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ് ഉണ്ട്. കാർബൺ 12. ഓക്കെ, ഏതാണ്? കാർബൺ 12. കാർബൺ 12 എന്ന് പറയുന്ന ഒരു ഐസോട്ടോപ്പ് ഉണ്ട്, കാർബണിന്റെ ഐസോട്ടോപ്പ്. അതിന്റെ മാസ് കണ്ടെത്തിയതിനു ശേഷം അതിന്റെ 12ൽ ഒരു ഭാഗം, അതായത് ടോട്ടൽ മാസിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തു? 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ടോട്ടൽ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പോൾ കിട്ടുന്ന മാസിനെ നമ്മൾ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്? കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആറ്റത്തിന്റെ മാസ് നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു. ആ ഒരു യൂണിറ്റ് എടുത്തിട്ട് അത് വെച്ച് കമ്പയർ ചെയ്താണ് മറ്റ് ആറ്റങ്ങളുടെ അറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? കാർബൺ 12 ഉപയോഗിച്ചിട്ടാണ്. കാർബൺ 12
എന്ന് പറയുന്ന ഐസോടോപ്പ് അതിന്റെ മാസ് കണ്ടെത്തിയതിനു ശേഷം അതിന്റെ 12 1/12 പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതായത് കാർബൺ 12ന്റെ മാസ് കണ്ടെത്തിയതിനു ശേഷം അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന മാസിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും. എന്നിട്ട് ഓരോ ആറ്റവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും, ഇത് എത്ര യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ആ കാർബൺ 12ന്റെ 1/12 പാർട്ടിന്റെ എത്ര മടങ്ങുണ്ട് എന്ന് നമ്മൾ നോക്കും. ആ രീതിയിലാണ് ആ അറ്റോമിക് മാസ് അല്ലെങ്കിൽ റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസ്താവിക്കും. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. അതായത് ചില ആറ്റങ്ങൾക്ക്, ഇപ്പോൾ ഹൈഡ്രജൻ, ടിന്ന്, അങ്ങനെയുള്ള ചില, അല്ലെങ്കിൽ ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള കുറെ ആറ്റംസിന് അല്ലെങ്കിൽ കുറെ എലമെന്റ്സിന് കുറെ ഐസോടോപ്പുകളുണ്ട്. എന്താണ് ഐസോടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ അറ്റോമിക് മാസ് ആയിരിക്കും, ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത അറ്റോമിക് മാസുമായിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് ഹൈഡ്രജന്റെ തന്നെ എടുക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. പക്ഷെ അറ്റോമിക് മാസ് 1, 2, 3 ഉള്ള എന്തുണ്ട്, ഐസോടോപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, എങ്ങനെ 3 രീതിയിൽ എന്തുണ്ട്, ഹൈഡ്രജന്റെ ഐസോടോപ്പുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്രാക്ഷൻ വരാം. ഓക്കെ, അല്ലെങ്കിൽ പോയിന്റ് വന്ന് ഇതുപോലെ നമ്മൾ നേരത്തെ ഹൈഡ്രജൻ എടുത്ത പോലെ 1.67 എന്നൊക്കെ നമുക്ക് ആൻസർ വരാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വീണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ വാല്യൂവിന് ഒരു റൗണ്ട് ഫിഗർ ആക്കും. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോ നമുക്ക് 4.1 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റൗണ്ട് ആക്കി 4 എന്ന് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് അറ്റോമിക് മാസ് കണ്ടെത്തുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ ഇത്രയും നാൾ പഠിച്ചു വന്നത് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1, ഹീലിയത്തിന്റെ 4, അല്ലെ, അതേ കണക്ക് കാർബണിന്റെ 12 എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ അത് യഥാർത്ഥത്തിൽ അത് അതിന്റെ എന്തല്ല, ഒറിജിനൽ അറ്റോമിക് മാസ് അല്ല. നമ്മൾ പറഞ്ഞു, ഉദാഹരണത്തിന് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് നമ്മൾ പറഞ്ഞു 1.67 × 10⁻⁻23 എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്തോന്ന് അതിന്റെ അറ്റോമിക് മാസ് വരുന്ന, അത്രയും ഗ്രാം ഒക്കെയാണ്. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ അറ്റോമിക് മാസ് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾ നടത്താനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അതിൽ ചെയ്യുന്ന രീതി, ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഒരു പാർട്ടിന്റെ അറ്റോമിക് മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴും ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് കാർബൺ 12 എന്ന് പറയുന്ന ഐസോടോപ്പ്, ആ കാർബൺ 12ന്റെ അറ്റോമിക് മാസിന്റെ 1/12 പാർട്ടിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തിരിക്കും. ഓക്കെ, അതിനുശേഷം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, മറ്റ് ആറ്റവുമായിട്ട് കമ്പയർ ചെയ്യുന്നു, മറ്റ് എലമെന്റ്സിന്റെ ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ആ ആറ്റം എത്ര മടങ്ങാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ അറ്റോമിക് മാസ് പ്രസ്താവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ എന്ത് ചെയ്യാം, ചില എലമെന്റ്സിന് ഒരുപാട് ഐസോടോപ്പുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഐസോടോപ്പുകൾ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഐസോടോപ്പുകളെ കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷെ ഐസോടോപ്പുകളെ കൂടി എടുക്കുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് എന്ത് വരാം, ഫ്രാക്ഷൻസ് വരാം. അങ്ങനെ ഫ്രാക്ഷൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റൗണ്ട് ചെയ്ത് ഒരു പൂർണ്ണസംഖ്യയോ അല്ലെങ്കിൽ പൂർണ്ണസംഖ്യയുടെ അടുത്ത ഒരു നമ്പറോ ആക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. അത് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമാക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് മാസ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് അതിന്റെ യൂസ് എന്ന് നമുക്ക് മനസ്സിലായി. യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കുലേഷൻ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, അപ്പോ ഞാനിവിടെ ഒരു ഇക്വേഷൻ എഴുതാം. C+O2 gives CO2. ഓക്കെ, അപ്പൊ ഇവിടെ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു, കാർബൺ ഡയോക്സൈഡ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ആ ഒരു കെമിക്കൽ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ തന്നിട്ടുള്ളത്. കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ കാർബൺ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ, കാർബൺ. അപ്പൊ ഇവിടെ
താഴെയോ അല്ലെങ്കിൽ ഇതിന് ഫ്രണ്ടിലായിട്ടോ മുൻപിലായിട്ടോ നമ്മൾ ഒരു നമ്പർ എഴുതിയിട്ടില്ല. അതായത് ഇവിടെ എത്ര കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാർബൺ ആറ്റമാണ് ഉള്ളത്. അപ്പോൾ കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. പക്ഷേ ഓക്സിജന്റെ ഫ്രണ്ട് താഴെയായിട്ട് എന്തുണ്ട്? 2 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് O2, അതായത് ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. 2 ഓക്സിജൻ ആറ്റങ്ങൾ ഇവിടെ ഉണ്ട്. 2 ഓക്സിജൻ ആറ്റങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടത്തെ ടോട്ടൽ ആറ്റവും കൂടി നോക്കാം. കാർബൺ ഒരെണ്ണമേ ഉള്ളൂ, ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്രയുണ്ട്? 3 ആറ്റങ്ങളുണ്ട്. അപ്പൊ CO2 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 3 ആറ്റങ്ങളുണ്ട്. ഇവിടെ കാർബൺ എന്ന് മാത്രം എഴുതിയിരിക്കുന്നതിൽ ഒരു ആറ്റമേ ഉള്ളൂ. O2 ഓക്സിജൻ എഴുതിയിരിക്കുന്നതിൽ 2 ആറ്റമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഒരു കാർബൺ ആറ്റം 2 ഓക്സിജൻ ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. അപ്പോ ഒരിക്കലും ഒരു കാർബൺ ആറ്റം മാത്രമായിട്ട് 2 ഓക്സിജൻ ആറ്റങ്ങളുമായി റിയാക്ട് ചെയ്ത് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ മാത്രം ഉണ്ടാവുകയല്ല ചെയ്യുന്നത്. അവിടെ കോടാനുകോടി കാർബൺ ആറ്റങ്ങൾ എന്ത് ചെയ്യാം? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലായി, ഇവിടെ ഒരു കാർബൺ ആണ് 2 ഓക്സിജൻ ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 2 കാർബൺ ആറ്റത്തിന് എത്ര ഓക്സിജൻ ആറ്റം വേണം? എത്രയാണ്? 4 ഓക്സിജൻ ആറ്റം വേണം അല്ലെ? 4 ഓക്സിജൻ ആറ്റം വേണം. അങ്ങനെയാണെങ്കിൽ 10 കാർബൺ ആറ്റത്തിന് എത്ര ഓക്സിജൻ ആറ്റം വേണം? എത്രയായിരിക്കും? നമുക്കറിയാം 20 ഓക്സിജൻ വേണം തന്നല്ലോ. ഇനി അടുത്തത് 100 കാർബണിന് എത്ര ഓക്സിജൻ ആറ്റം വേണം? നമുക്കറിയാം 200 ഓക്സിജൻ വേണം അല്ലെ? അതായത് എത്രയാണോ അതിന്റെ ഡബിൾ. അതാണല്ലോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോ നമുക്കിവിടെ ആറ്റങ്ങളുടെ എണ്ണം എങ്ങനെയാണ് നമുക്ക് ഒരു ഇക്വേഷനിൽ തന്നിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കാണുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഇനി ചെയ്തു പോകുമ്പോഴത്തേക്ക് നമുക്ക് മോൾ കൺസെപ്റ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഓൾറെഡി കണ്ടെത്തിയ ഒരു കാര്യത്തെ പറ്റി ഞാൻ പറയുകയാണ്. അതായത് കാർബൺ ഒരു 12 ഗ്രാം എടുത്തപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായിരുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് ഞാൻ പറയുന്നത്. കാർബൺ ഒരു 12 ഗ്രാം എടുത്തപ്പോഴത്തേക്ക് അതിനകത്തുണ്ടായിരുന്ന ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരുന്നു. ഓക്കെ, കാർബൺ ആറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോ കാർബൺ ഒരു 12 ഗ്രാം എടുത്ത സമയത്ത് അതിനകത്ത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ ഇനി അടുത്തത് ഓക്സിജൻ 16 ഗ്രാം എടുത്തപ്പോഴത്തേക്കും എത്ര ഉണ്ടായിരുന്നു? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ കാർബൺ 12 ഗ്രാം എടുത്തപ്പോഴത്തേക്ക് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരുന്നു. ഓക്സിജൻ 16 ഗ്രാം എടുത്തപ്പോഴത്തേക്കാണ് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായത്. ആണല്ലോ, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 ഗ്രാം കാർബൺ എടുക്കുകയാണെങ്കിൽ എത്ര ഓക്സിജൻ വേണ്ടി വരും? ഇവിടെ 12 ഗ്രാം കാർബൺ എടുത്തു കഴിഞ്ഞാൽ എത്ര ഓക്സിജൻ വേണ്ടി വരും? എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടി വരും? നമുക്കറിയാം, അത് കാർബൺ 12 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അവിടെ 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ഇനി ഓക്സിജൻ 16 ഗ്രാം എടുത്താലും അത്ര മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേണ്ടത് അതിന്റെ ഇരട്ടിയാണ് അല്ലെ? 6.022 into 10⁻23 കിട്ടിയിട്ട് കാര്യമില്ല. അതായത് രണ്ടും ഒരേ ഈക്വൽ അളവിൽ അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ് കിട്ടിയിട്ട് കാര്യമില്ല, അതിന്റെ ഡബിൾ വേണം. അതായത് 16 ഗ്രാമില് നമുക്ക് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടെങ്കിൽ 32 ഗ്രാമില് എത്ര ഉണ്ടായിരിക്കും? 32 ഗ്രാമില് ഇതിന്റെ ഡബിൾ ഉണ്ടായിരിക്കും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട് എന്ന് എഴുതാം തന്നല്ലോ. അപ്പോ 16 ഗ്രാം ഓക്സിജൻ എടുക്കുമ്പോഴത്തേക്ക് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഡബിൾ എത്രയാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ 32 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്രയുണ്ട്? 2 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട് തന്നല്ലോ. അപ്പോ ഇവിടെ 12 ഗ്രാം കാർബണിന്
നമുക്ക് എത്ര ഗ്രാം ഓക്സിജൻ യൂസ് ചെയ്യണം? 32 ഗ്രാം ഓക്സിജൻ യൂസ് ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റൂ? കംപ്ലീറ്റ് ആയിട്ട് ഇത് തമ്മിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. ഞാൻ കാർബൺ 12 ഗ്രാം ആണ് എടുത്തത്. കാർബൺ 12 ഗ്രാം എടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് എത്രയുണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ഇനി ഓക്സിജൻ 16 ഗ്രാം എടുത്തപ്പോഴത്തേക്കും അതിനകത്ത് എത്രയുണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. സെയിം ആറ്റംസ് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് സെയിം ആറ്റംസ് തന്നെ കിട്ടിയിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? ഓക്സിജൻ ഇതിന്റെ ഡബിൾ വേണം, അല്ലെ? ഇതിന്റെ ഡബിൾ വേണം. ഇതിന്റെ ഡബിൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എടുത്ത അത്രയും മാസ് അതിന്റെ ഇരട്ടി എടുക്കണം. ഇരട്ടി എടുത്തപ്പോൾ എനിക്ക് എത്രയുണ്ട്? 32 ഗ്രാം ഉണ്ട്. ആ 32 ഗ്രാം എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ആറ്റംസും അതുപോലെ ഡബിൾ ആവും. എങ്ങനെയാണ്? 2 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാവും. അതായത് ഇവിടെ കാർബൺ 12 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ 32 ഗ്രാം എടുക്കണം. കാരണം നമുക്ക് ഇവിടത്തെ ആറ്റങ്ങളുടെ എണ്ണം ഡബിൾ ആക്കാനായിട്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ കാർബൺ ഞാൻ എടുത്തത് 12 ഗ്രാം ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് ആണ്, റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ് എത്ര? 12 എന്ന് പറയുന്നത്. അത് അത്രയും ഗ്രാമിൽ എടുത്തപ്പോഴാണ് എത്ര ആറ്റംസ് കിട്ടിയത്? 6.022 into 10⁻23 ആറ്റംസ് എന്ന് കിട്ടിയത്. ഓക്കെ, അതുപോലെ ഓക്സിജന്റെ അറ്റോമിക് മാസ് ആണ് 16 ഗ്രാം. ഗ്രാം അല്ല, ഓക്സിജന്റെ അറ്റോമിക് മാസ് ആണ് 16. അതിനെ ഗ്രാമിൽ എടുത്തപ്പോഴത്തേക്കാണ് എത്ര ആറ്റംസ് കിട്ടിയത്? 6.022 into 10⁻23 ആറ്റംസ് കിട്ടിയത്. ഓക്കെ, ഇതുപോലെ ഏതൊരാറ്റവും നമ്മൾ ആ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഒന്നുകൂടെ പറയാം. ഏത് എലമെന്റോ ആയിക്കോട്ടെ, ആ എലമെന്റ് നമ്മൾ എത്ര എടുക്കുകയാണ്? അതിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഉണ്ടായിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 6.022 into 10⁻23 ആറ്റംസ് ആയിരിക്കും. ഓക്കെ, അതിന് 2-3 എക്സാമ്പിൾ കൂടെ പറയാം. ഞാൻ നൈട്രജൻ എടുക്കുകയാണ്. നൈട്രജൻ, അപ്പോ നൈട്രജന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 14 ആണ്. ഓക്കെ, അപ്പോ അത് നമ്മൾ ഗ്രാമിൽ എടുക്കുകയാണ്. 14 ഗ്രാം. ആ 14 ഗ്രാമില് ഈ 14 ഗ്രാമില് എത്ര ആറ്റംസ് ഉണ്ടായിരിക്കും? എത്രയായിരിക്കും? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ അടുത്തത് ഹീലിയം. ഹീലിയത്തിൻ്റെത് 4 ഗ്രാം. ഇത് റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. ഓക്കെ, 4 ഗ്രാം. 4 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എത്ര തന്നെ ആയിരിക്കും? 6.022 into 10⁻23 ആറ്റംസ് ആയിരിക്കും ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തെടുക്കുകയാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 ആണ്. അതിനെ ഗ്രാമിൽ എടുത്തു. 1 ഗ്രാം. 1 ഗ്രാം എടുത്തു കഴിഞ്ഞാലും അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ഓക്കെ, അതായത് ഇത്രേ പറയുന്നുള്ളൂ. നമ്മള് ഏത് ആറ്റമോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് എലമെന്റോ ആയിക്കോട്ടെ, ആ എലമെന്റിനെ നമ്മൾ അതിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി പറയാനുള്ളത്, നമ്മൾ ഇവിടെ എലമെന്റ്സ് എടുത്തു, അതിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിനെ ഗ്രാമിൽ എടുത്തു, അല്ലെ? ഗ്രാം യൂണിറ്റിലാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എടുക്കുന്നതിനെ പറയുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, ഗ്രാം അറ്റോമിക് മാസ്. നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന ഡെഫിനിഷൻ അല്ല ഇവിടെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടത്, ആ ഒരു കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഏത് എലമെന്റ് ആയാലും ആ എലമെന്റിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിനെ ഗ്രാമിൽ നമ്മൾ പ്രസ്താവിച്ചാൽ, ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയാം? ഗ്രാം അറ്റോമിക് മാസ്. നമ്മൾ അതിനെ ചുരുക്കി GAM എന്ന് പറയും. ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. അപ്പോ ഇത്രയേ ഉള്ളൂ. ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിനെ ഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഗ്രാം അറ്റോമിക് മാസ് ആയി. ആ 1 ഗ്രാം അറ്റോമിക് മാസിൽ എത്ര ആറ്റംസ് ഉണ്ട്? 6.022 into 10⁻23 ആറ്റംസ്. ഏത് എലമെന്റോ ആയിക്കോട്ടെ അതിന്റെ 1 GAM എത്ര ആറ്റംസ് ഉണ്ട്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് അതിൽ പറഞ്ഞത്. ഇനി ഇവിടെ പറഞ്ഞ ഈ ഒരു നമ്പർ 6.022 into 10⁻23 പഠിച്ചു വെച്ചിരിക്കുക.
ഇതെന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പറാണ്. ഓക്കെ, അപ്പൊ അവഗാഡ്രോ നമ്പർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക, ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. 6.022 into 10⁻23 അതാണ് അവഗാഡ്രോ നമ്പർ. ഇതിനെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവഗാഡ്രോ നമ്പർ സൂചിപ്പിക്കുന്നത് n സഫിക്സ് a. ഈ ഒരു രീതിയിലാണ് അവഗാഡ്രോ നമ്പർ സൂചിപ്പിക്കുന്നത്. അപ്പോ അവഗാഡ്രോ നമ്പർ എന്നെ സൂചിപ്പിക്കുന്നത് n a എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് എത്ര ആയ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022 into 10⁻23. ഓക്കെ, അപ്പോ ഇതാണ് അവഗാഡ്രോ നമ്പർ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് GAM എന്നും എന്താണ് അവഗാഡ്രോ നമ്പർ എന്നും നിങ്ങൾക്ക് മനസ്സിലായി. GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? അറ്റോമിക് മാസ് ഗ്രാമിൽ പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അതെന്തായി? ഗ്രാം അറ്റോമിക് മാസ് ആയി. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ ചോദിക്കാം. എത്ര GAMകളുണ്ട് എന്ന് ചോദിക്കാം. ഉദാഹരണത്തിന് പറയാണ്, നൈട്രജന്റെ അറ്റോമിക് മാസ് നമുക്കറിയാം എത്രയാണ്? 14 ആണ് അല്ലെ? നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ അതിന്റെ GAM എത്രയായിരിക്കും? GAM എന്ന് പറയുന്നത് 14 ഗ്രാം ആയിരിക്കും. GAM എന്ന് പറയുന്നത് 14 ഗ്രാം ആയിരിക്കും. അതിന് ഗ്രാമിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 28 ഗ്രാം നൈട്രജൻ തന്നിട്ടുണ്ട്. 28 ഗ്രാം നമ്മൾ ഗിവൺ മാസ് എഴുതി വെക്കുകയാണ്. ഗിവൺ മാസ് എത്രയാണ്? 28 ഗ്രാം. 28 ഗ്രാം നൈട്രജൻ ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ളിലുള്ള GAM എത്ര GAM ഉണ്ട്? നമ്പർ ഓഫ് GAM എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോ നമ്പർ ഓഫ് GAM ഈക്വൽ ടു ഗിവൺ മാസ് എത്രയാണ്? 28 ഗ്രാം ആണ്. അതിനെ എന്ത് ചെയ്താൽ മതി? GAM എത്രയാണോ, ആ എലമെന്റിന്റെ GAM എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് 14 ഗ്രാം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നു 2 GAM. 2 GAM ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് എത്രയാണോ ആ ഗിവൺ മാസിനെ, തന്നിരിക്കുന്ന മാസിനെ എന്ത് ചെയ്താൽ മതി? GAM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓരോ എലമെന്റിനും ഓരോ GAM ഉണ്ടല്ലോ, ആ GAM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിന് ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. ഇക്വേഷൻ ആയിട്ടില്ലെങ്കിലും നിങ്ങളെ മനസ്സിലാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, ഇക്വേഷൻ അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോ എത്രയാണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ഒരു കാര്യവും കൂടി അറിഞ്ഞിരിക്കുക. 1 മോൾ ആറ്റം എന്ന് പറയാം. ചിലപ്പോൾ 1 മോൾ ആറ്റം, 1 മോൾ ആറ്റം, 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. 6.022 into 10⁻23 ആറ്റംസ്. ഓക്കെ, അപ്പോ 1 മോൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 6.022 into 10⁻23 ആറ്റംസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു GAM-ലും നമ്മൾ പറഞ്ഞു എന്താണ്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1 GAM എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ട്. ഓക്കെ, 1 GAM എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 6.022 into 10⁻23 ആറ്റംസ്. ഓക്കെ, ഇനി എത്ര മോൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ. എത്ര GAM എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 GAM. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ചെയ്യുന്ന രീതിയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ കൂടുതൽ കണക്കുകൾ നമുക്ക് ചെയ്യാം, പക്ഷെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. കൂടുതൽ കണക്കുകൾ നമുക്ക് ചെയ്യാം. അപ്പോ ഇവിടെ തന്നിട്ടുണ്ട് 42 ഗ്രാം നൈട്രജൻ. 42 ഗ്രാം നൈട്രജൻ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കുക, അതുപോലെ നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 42 ഗ്രാം നൈട്രജൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോ ആദ്യമേ നമുക്കറിയാം ഇതിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അപ്പൊ അതിന്റെ GAM എത്ര? GAM ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് എത്രയാണ്? 14 ഗ്രാം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കറിയാം അതിനെ ഗ്രാമുമായിട്ട് ചേർത്ത് എഴുതി. ഇനി ഗിവൺ മാസ് എത്രയാണ്? ഗിവൺ മാസ് എന്ന് പറയുന്നത് 42 ഗ്രാം ആണ് തന്നല്ലോ.
ഇനി നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് GAM കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ മാസ് എത്രയാണ്? 42 ഗ്രാം ആണ്. ആ 42നെ GAM കൊണ്ട് ഡിവൈഡ് ചെയ്യണം. GAM എത്രയാണ്? 14 ആണ്. ആ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? 42നെ 14 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അപ്പൊ 3 GAM എന്ന് കിട്ടി. ഓക്കെ, 3 GAM എന്ന് കിട്ടി. നമുക്കറിയാം എത്ര GAM ഉണ്ടോ അത്രയും തന്നെ മോൾ ആറ്റം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്പർ ഓഫ് മോൾസ് എത്ര? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു 3 മോൾ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 3 മോൾ. 3 MOL എന്ന് എഴുതാം. യൂണിറ്റ് എഴുതുമ്പോഴത്തേക്ക് MOL എന്ന് മാത്രം എഴുതുക, എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടി 3 മോൾ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ ഓഫ് മോൾസ്, ഒരു മോളില് 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടെങ്കിൽ 3 മോളിൽ എത്രയാണ്? 3 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ.